വെബ് അപ്ലിക്കേഷൻ പെൻ ടെസ്റ്റിംഗിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വെബ് അപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോംസുകളിൽ അല്ലെങ്കിൽ വെബ് അപ്ലിക്കേഷൻ ഫ്രെയിംവർക്കിൽ എന്തൊക്കെ വൾണറബിലിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഈ വെബ് അപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോമുകളെ ബാധിക്കുന്ന എല്ലാ വൾണറബിലിറ്റീസുകളും ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്പൺ സോഴ്സ് ഓർഗനൈസേഷനാണ് ഒവാസ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഒവാസ്പ് എന്ത് ചെയ്യുന്നുണ്ടാവും? ഓരോ 4 വർഷം കൂടുമ്പോഴും അവര് പ്രധാനപ്പെട്ട 10 വൾണറബിലിറ്റീസുകൾ ലിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെ നമ്മൾ ഒവാസ്പ് ടോപ്പ് 10 എന്ന് പറയും. ഒവാസ്പ് ഒരു ഫ്രീ ഓർഗനൈസേഷൻ ആണ്. ദെൻ അവരെന്താ ചെയ്യുന്നത്? പ്രധാനപ്പെട്ട വെബ് അപ്ലിക്കേഷൻ വൾണറബിലിറ്റീസുകൾ ഏതൊക്കെയാ എന്നുള്ളത് ലിസ്റ്റ് ചെയ്യുക. അത് എങ്ങനെയൊക്കെ നമുക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റും, വെബ് അപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോംസുകൾ എങ്ങനെയൊക്കെ നമുക്ക് സെക്യൂർ ആക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഓർഗനൈസേഷനാണ് ഒവാസ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീ ഓർഗനൈസേഷൻ. ദെൻ ഇവരെന്ത് ചെയ്യുന്നുണ്ടാവും? നമുക്ക് കുറെ അഡ്വാൻസ് അല്ലെങ്കിൽ അഡ്വൈസ്, അതേപോലെ കുറെ സജഷൻസ് ഒക്കെ തരും. എങ്ങനെയാണ് നമ്മൾ ഒരു വെബ് അപ്ലിക്കേഷൻ പെൻ ടെസ്റ്റിംഗ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഓരോ 4 വർഷം കൂടുമ്പോഴും ഒരു പ്രധാനപ്പെട്ട 10 വൾണറബിലിറ്റീസുകൾ അവർ ലിസ്റ്റ് ചെയ്യും. എന്തിനാണ് അവർ ഈ പ്രധാനപ്പെട്ട 10 വൾണറബിലിറ്റീസ് ലിസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെവലപ്പേഴ്സ് ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു വെബ് അപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ല എങ്കിൽ ആ പ്ലാറ്റ്ഫോമുകളിൽ ഈ അറ്റാക്കുകൾ പോസിബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട വൾണറബിലിറ്റീസുകൾ എന്ന് നോക്കാം. ഒവാസ്പ് ഇതേപോലെ 2021 17 ഒക്കെ ഓൾറെഡി ഒവാസ്പ് ടോപ്പ് 10 ഇതേപോലെ 10 പ്രധാനപ്പെട്ട വൾണറബിലിറ്റീസുകൾ അവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പുതുതായിട്ട് വന്ന ഒവാസ്പ് ടോപ്പ് 10 2025 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ പഴയ വേർഷൻസ് 2021 അതേപോലെ 2017 പ്രധാനപ്പെട്ട 10 വൾണറബിലിറ്റീസ് കൂടി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ദെൻ നമുക്കിപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒവാസ്പ് ടോപ്പ് 10 2025 ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അവിടെ ഓർഡറിൽ കൊടുത്തിട്ടുണ്ട് ടോപ്പ് 10. അതിൽ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ബ്രോക്കൺ ആക്സസ് കൺട്രോൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ എന്താണ്? വെബ് അപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോംസുകളിൽ വരാൻ സാധ്യതയുള്ള വൾണറബിലിറ്റീസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഫസ്റ്റ് 1 ആണ് ബ്രോക്കൺ ആക്സസ് കൺട്രോൾ. ഓക്കെ, ബ്രോക്കൺ ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്സസിബിൾ അല്ലാത്ത ഡാറ്റ എന്ന് പറഞ്ഞാൽ ആക്സസ് കൺട്രോൾ ബ്രോക്കൺ ആവുക. എന്താണ് ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്ക് ഓരോരുത്തർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും. നമുക്കെല്ലാം ആക്സസിബിൾ ആയിട്ടുള്ള കണ്ടന്റുകളും റിസോഴ്സുകളും ഉണ്ടാകും. അതിനപ്പുറത്തോട്ട് മറ്റുള്ളവർക്ക് മാത്രം ആക്സസ് ഉള്ള ഒരു ഡാറ്റ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ബ്രോക്കൺ ആക്സസ് കൺട്രോൾ ആണ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ പ്രൊഫൈലിൽ അയാൾ പേര് ചേഞ്ച് ചെയ്യുന്ന പോലെ നമുക്ക് അയാളുടെ പേര് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, അയാളുടെ അക്കൗണ്ടിലോ പ്രൊഫൈലോ അയാൾ രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അയാളുടെ കോണ്ടാക്റ്റോ ഇമെയിലോ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? ബ്രോക്കൺ ആക്സസ് കൺട്രോൾ ആണ്. അയാളുടെ ഏരിയയിൽ നമുക്ക് ആക്സസ് കിട്ടുക. ഓക്കെ, അപ്പൊ അവിടെ ആക്സസ് കൺട്രോൾ മെക്കാനിസം ഉണ്ട്. അതാണ് ഓരോരുത്തർക്കും അവനവന്റെ ഒരു ഏരിയ ഉണ്ട്. എന്റെ പ്രൊഫൈലിലുള്ള കാര്യങ്ങളോ എനിക്കാണ് ചേഞ്ച് ചെയ്യാനും വ്യൂ ചെയ്യാനുള്ള പെർമിഷന്. അത് ഞാൻ പബ്ലിക്കലി അലോ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമോ അല്ലെങ്കിൽ പബ്ലിക്കലി അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് ആ ഡാറ്റകൾ കാണാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു ഡാറ്റ ഞാൻ പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് പോലെ, അതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോൺ നമ്പർ മെയിൽ പോലെ അല്ലെങ്കിൽ നമ്മളുടെ ഏജ് സാലറി പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായിരിക്കും? നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് ഹിഡൻ ആയിരിക്കും. ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ മെയിലും അതേപോലെ ഫോൺ നമ്പർ എന്തായിരിക്കും മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. എന്നാൽ അത് മറ്റുള്ളവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്താണ്? ബ്രോക്കൺ ആക്സസ് കൺട്രോൾ ആണ്. കാരണം അവിടെ ആക്സസ് കൺട്രോൾ എന്ന് പറയുന്ന കാര്യം ബ്രോക്കൺ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് പെർമിഷൻ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ആക്സസ് ചെയ്യുന്നതാണ് ഏത്? ബ്രോക്കൺ ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു അറ്റാക്ക് വരുന്നുണ്ട്, സർവർ സൈഡ് റിക്വസ്റ്റ് ഫോർഗറി, SSRF. ഈ ബ്രോക്കൺ ആക്സസ് കൺട്രോളിൽ ഇൻക്ലൂഡഡ് ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സർവർ സൈഡ് റിക്വസ്റ്റ് ഫോർഗറി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. CSRF എന്താണ്? SSRF എന്താണ്? CSRF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയന്റ് സൈഡ് റിക്വസ്റ്റ് ഫോർഗറി. CSRF ക്ലയന്റ് സൈഡ് റിക്വസ്റ്റ് ഫോർഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയന്റിന്റെ ഇന്റൻഷൻ ഇല്ലാതെ, വിക്ടിമിന്റെ ഇന്റൻഷൻ ഇല്ലാതെ വിക്ടിമിനെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? CSRF അറ്റാക്ക് എന്ന് പറയാം. ക്ലയന്റ് സൈഡ് റിക്വസ്റ്റ് ഫോർഗറി, ക്ലയന്റിന്റെ പെർമിഷൻ ഇല്ലാതെ, ക്ലയന്റ് മീൻസ് വിക്ടിം,
വിക്ടിമിന്റെ പെർമിഷൻ ഇല്ലാതെ വിക്ടിമിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആക്ഷൻ പെർഫോം ചെയ്യിപ്പിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയാം, CSRF അറ്റാക്ക് എന്ന് പറയാം. ഓക്കെ, ക്ലയന്റ് ഒരു ലിങ്ക് അയച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ക്ലയന്റ് ഒരു URL കൊടുക്കുന്നു. ആ URL മേ ബി യൂസറിന്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ളതായിരിക്കാം, യൂസറിന്റെ മെയിൽ ചേഞ്ച് ചെയ്യാനുള്ളതായിരിക്കാം. യൂസർ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ പോലും അറിയാതെ യൂസറിന്റെ അക്കൗണ്ടിൽ മെയിൽ ചേഞ്ച് ആവും. സോ അതാണ് CSRF അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്രോസ്-സൈറ്റ് റിക്വസ്റ്റ് ഫോർഗറി അല്ലെങ്കിൽ സൈഡ് സൈഡ് റിക്വസ്റ്റ് ഫോർഗറി എന്നൊക്കെ പറയും. നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വിക്ടിമിന്റെ അല്ലെങ്കിൽ ക്ലയന്റിന്റെ ഇന്റൻഷൻ ഇല്ലാണ്ട് നമ്മൾ വിക്ടിമിനെ കൊണ്ട് നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുന്നതിനെയാണ് ക്രോസ്-സൈറ്റ് റിക്വസ്റ്റ് ഫോർഗറി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ SSRF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവർ സൈഡ് റിക്വസ്റ്റ് ഫോർഗറി. സർവറിന്റെ ഇന്റൻഷൻ ഇല്ലാണ്ട് സർവറിനെ കൊണ്ട് ഒരു ആക്ഷൻ പെർഫോം ചെയ്യിപ്പിക്കുക, അതാണ് SSRF. സർവറിന്റെ ഇന്റൻഷൻ ഇല്ലാണ്ട്, സർവറിന് അങ്ങനെ ഒരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, സർവർ ആ റിക്വസ്റ്റ് ഒരു ജെനുവിൻ റിക്വസ്റ്റ് ആണ് പ്രതീക്ഷിച്ചത്, പക്ഷെ സർവർ പോലും അറിയാതെ സർവറിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മലീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നു. സർവറിന്റെ ഇന്റൻഷൻ ഇല്ലാതെ സർവറിനെ കൊണ്ട് ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുന്നു, അതാണത് SSRF. നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് ആ ടോപ്പിക് ഒരു മൊഡ്യൂളായിട്ട് അല്ലെങ്കിൽ ഒരു ഡേ ആയിട്ട് നമ്മൾ പിന്നീട് അത് ഡിസ്കസ് ചെയ്യും. ദെൻ അടുത്തൊരു വൾണറബിലിറ്റിയാണ്. അപ്പോൾ ഈ CSRF-ഉം SSRF-ഉം അല്ലെങ്കിൽ ഈ ഇതൊക്കെ എന്താ ചെയ്യുന്നത്, നമുക്ക് ഇതുപോലെ മറ്റുള്ളവരുടെ ആക്സസിനെ ബ്രോക്കൺ ചെയ്തിട്ട് അവിടെയുള്ള ഡാറ്റാസുകൾ ആക്സസ് ചെയ്ത് തരാൻ അല്ലെങ്കിൽ പെർമിഷൻസ് ഒക്കെ ആക്സസ് ചെയ്ത് തരാനുള്ളതാണ്. സോ അതിനാണ് നമ്മൾ ബ്രോക്കൺ ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത്. അതൊരു വൾണറബിലിറ്റിയാണ്, പ്രധാനപ്പെട്ട ഒന്നാമത്തെ വൾണറബിലിറ്റിയാണ് ഈ ബ്രോക്കൺ ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ സിമ്പിൾ വൾണറബിലിറ്റിയാണ് സെക്യൂരിറ്റി മിസ്കോൺഫിഗറേഷൻ. നമ്മൾ ഒരുപാട് മെഷീൻസുകൾ ഇതുവരെ ഹാക്ക് ചെയ്തിട്ടുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കൂ, കൂടുതൽ മെഷീൻസും ഹാക്ക് ചെയ്യാൻ നമ്മളൊക്കെ കാരണമായ വൾണറബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ ഒരു സിസ്റ്റത്തിനെ പ്രോപ്പറായിട്ട് കോൺഫിഗർ ചെയ്യാത്തത് കൊണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ FTP അനോണിമസ് ലോഗിൻ ആവട്ടെ, അതൊക്കെ എന്താ സംഭവിച്ചത്, പ്രോപ്പറായിട്ട് ഈ ഒരു FTP സെർവറിനെ കോൺഫിഗർ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയല്ല, കോൺഫിഗറേഷൻസ് പ്രോപ്പർ ആവാത്തതുകൊണ്ടുള്ള വൾണറബിലിറ്റീസുകളാണ് സ്റ്റിൽ. ഇപ്പൊ കോൺഫിഗറേഷൻ ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു മിനിമം ബേസ് ലൈൻ ആണ്. ബേസ് ലൈൻ മീൻസ് മിനിമം സെക്യൂരിറ്റി ആണ്. അതുപോലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ത് പറയുന്നത്, സെക്യൂരിറ്റി മിസ്കോൺഫിഗറേഷൻ സ്റ്റിൽ രണ്ടാമത്തെ ടോപ്പ് വൾണറബിലിറ്റി ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് നമ്മളുടെ എന്തെങ്കിലും സർവീസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കോൺഫിഗറേഷൻസ് ഒക്കെ പ്രോപ്പർ ആയിരിക്കണം. അതല്ലാത്തത് കൊണ്ട് ഒരുപാട് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാകും. ദെൻ അടുത്ത ഒന്നാണ് സോഫ്റ്റ്വെയർ സപ്ലൈ ചെയിൻ ഫെയിലിയർ എന്ന് പറയുന്നത്. നമ്മളുടെ കമ്പനിക്ക്, ഞാനൊരു കമ്പനി നടത്തുന്നുണ്ടാകും, എൻ്റെ കമ്പനിയുടെ ചില സർവീസുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് വേറൊരു കമ്പനി ആയിരിക്കും. ഞാനൊരു ഡെലിവറി കമ്പനി നടത്തുവാണ്, അല്ലെങ്കിൽ ഒരു ഫുഡ് ഡെലിവറി കമ്പനി നടത്തുവാണ്. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ടും ഒരു സോഫ്റ്റ്വെയർ ഒക്കെ വേണ്ടി വരും. സൊമാറ്റോ പോലെ ഞാനും ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി. അപ്പൊ അതിൽ മാപ്പ് വേണം. മാപ്പിന് ഞാൻ സ്വന്തമായിട്ട് മാപ്പ് ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പൊ മാപ്പ് ഞാൻ എന്ത് ചെയ്യും, വേറൊരു കമ്പനിയുടെ മാപ്പ് എൻ്റെ ആക്സസ് ആയിരിക്കും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടാവുക. വേറെ ആരെങ്കിലും യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മാപ്പ് ആയിരിക്കും ഞാൻ എൻ്റെ ഡെലിവറി ആപ്പിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടാവില്ല, കാരണം ഞാൻ സ്വന്തമായിട്ട് വേൾഡ് വൈഡ് മാപ്പ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, വേറൊരാളുടെ സർവീസ് ഞാൻ എൻ്റെ കമ്പനിയിൽ അല്ലെങ്കിൽ എൻ്റെ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാണല്ലോ. അപ്പൊ എൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആപ്ലിക്കേഷൻ പ്ലസ് മറ്റൊരാളുടെ കുറച്ച് ഭാഗങ്ങളും അതിലുണ്ട്. അപ്പൊ അയാളുടെ ഭാഗങ്ങളിൽ എന്തെങ്കിലും സെക്യൂരിറ്റി, ഞാൻ എൻ്റെ ആപ്പിന് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കൊടുത്തു, പക്ഷെ അയാൾ കൊടുക്കേണ്ട പ്രൊട്ടക്ഷൻ അവിടെ പ്രൊട്ടക്ഷൻ പ്രോപ്പർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുവഴി നമ്മളുടെ എൻ്റെ സോഫ്റ്റ്വെയറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ സപ്ലൈ ചെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സപ്ലൈ ചെയിൻ അറ്റാക്കുകൾ എന്ന് പറയും, അതാണ് സപ്ലൈ ചെയിൻ, സോഫ്റ്റ്വെയർ സപ്ലൈ ചെയിൻ ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നമ്മളുടെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാനായി ചില ഡിപ്പെൻഡൻസി ടൂളുകളോ ഫയലുകളോ നമുക്ക് ആവശ്യം വരും. സോ ആ ഡിപ്പെൻഡൻസി ടൂളുകളിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ സോഫ്റ്റ്വെയറിനെയും അത് ബാധിക്കും. അങ്ങനെ വരുന്ന വൾണറബിലിറ്റീസ് ആണ് സപ്ലൈ ചെയിൻ അറ്റാക്സുകൾ അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത്. സോ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ വെബ് ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോംസുകളിൽ ചില കാര്യങ്ങൾ വേറെ ഏതെങ്കിലും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇഷ്യൂ, അവർക്ക് ഉണ്ടാകുന്ന ഇഷ്യൂ എന്തായിരിക്കും, നമ്മളെയും. അതുകൊണ്ട് ഒരുപാട് അറ്റാക്കുകൾ നടക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്, നമ്മളുടെ വെബ് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാനായിട്ട് ഡിപ്പെൻഡൻസീസിലോ അതിന്റെ ബിൽഡിംഗ് ടൂൾസുകളിലോ അതിന്റെ എന്തെങ്കിലും ഫംഗ്ഷൻസിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വേർഡ് പ്രസ് ആണ് യൂസ് ചെയ്തത്. അപ്പോൾ വേർഡ് പ്രസിന്റെ ഒരു പഴയ വേർഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ അത്ര സെക്യൂർ ആയിട്ടും കാര്യമല്ല. ആ വേർഡ് പ്രസ് വൾണറബിൾ ആണെന്നുണ്ടെങ്കിൽ വേർഡ് പ്രസ് വെച്ചിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തത്. കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് വേർഡ് പ്രസ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തു. വെബ്സൈറ്റ് ഭയങ്കര സെക്യൂർ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. പക്ഷെ ആ വേർഡ് പ്രസ് വൾണറബിൾ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ പ്ലാറ്റ്ഫോം വൾണറബിൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്രിപ്റ്റോഗ്രഫിക് ഫെയിലിയർ.
നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, പെട്ടെന്ന് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുക, പെട്ടെന്ന് നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുക, ഹാഷുകളൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒക്കെ എന്താണ് പറയുന്നത്, ക്രിപ്റ്റോഗ്രഫിക് ഫെയിലിയർ. അവരവിടെ യൂസ് ചെയ്ത എൻക്രിപ്ഷൻ, കാരണം എൻക്രിപ്ഷൻ ഒരു പ്രധാനപ്പെട്ട സെക്യൂരിറ്റി മെക്കാനിസം ആണ്. സോ അത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട വൾണറബിലിറ്റി ആണ്. അതാണ് ക്രിപ്റ്റോഗ്രഫിക് ഫെയിലിയർ. ഓക്കെ, അടുത്തൊരു പ്രധാനപ്പെട്ടതാണ്. അതേപോലെ നമുക്ക് മെത്തേഡ് മനസ്സിലാവുക. അവരവിടെ ചില സ്ഥലങ്ങളിലൊക്കെ, ചില വെബ് പേജുകളിലൊക്കെ നമ്മൾ ആ പേജിലെ കോഡ് ഇൻസ്പെക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് അവർ എങ്ങനെയാണ് ആ മെക്കാനിസം യൂസ് ചെയ്തത്, എൻക്രിപ്റ്റ് ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് അവിടെ കാണിക്കും. ഉണ്ടെങ്കിൽ നമുക്കത് സിമ്പിൾ ആയിട്ട് ഡീകോഡ് ചെയ്യാൻ പറ്റും, ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയൊക്കെ എക്സ്പോസ്ഡ് ആവുന്നുണ്ടെങ്കിലൊക്കെ അതെന്താണ്, ക്രിപ്റ്റോഗ്രഫിക് ഫെയിലിയർ ആണ്. നെക്സ്റ്റ് വൺ, ഇൻജെക്ഷൻ. ഇൻജെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമ്മുടെ വെബ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കോഡുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഡാറ്റാ ബേസിന് നമ്മൾ SQL യൂസ് ചെയ്യുന്നുണ്ട്. SQL ഡാറ്റാബേസ് കോഡുകളിന് നമ്മൾ കുറേ ലാംഗ്വേജസ് വേറെ ഉണ്ട്. SQL, NoSQL, MongoDB എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. ദെൻ നമ്മൾ വേറെയും PHP പോലെയുള്ള ഡെവലപ്പിംഗ് കോഡുകളും നമ്മൾ ബാക്ക് ആൻഡ് പ്രോസസിംഗ് ലാംഗ്വേജുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ജാവാ സ്ക്രിപ്റ്റ് പോലെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ഡിഫറെന്റ് കോഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും വിധേന അവിടെയുള്ള കോഡ്, അവർ ഓൾറെഡി കൊറീസ് ആയിട്ടും കോഡുകളായിട്ടും അവിടെ ഓൾറെഡി ഉണ്ട്. നമുക്ക് ഏതെങ്കിലും വിധേന ആ കൊറീസിലോ അല്ലെങ്കിൽ ആ കോഡുകളിലോ കുറച്ച് കോഡും കൂടി ആഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ കോഡും കൂടി അവിടെ റൺ ആവും. ചിലപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന കോഡ് മലീഷ്യസ് കോഡ് ആണെങ്കിൽ അതും എന്ത് ചെയ്യും, അവിടെ ആവും. അതാണ് നമ്മൾ ഇൻജെക്ഷൻ അറ്റാക്ക് എന്ന് പറയുന്നത്. അവിടെ ഓൾറെഡി ഒരു കോഡ് ഉണ്ടാകും. സ്വാഭാവികമായിട്ടും വെബ് ആപ്ലിക്കേഷൻ ആകുമ്പോൾ അവിടെ കോഡ് ഒക്കെ ഉണ്ടായതുകൊണ്ടാണല്ലോ വെബ് ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോംസുകൾ വർക്ക് ആവുന്നത്. അതിലേക്ക് നമ്മളുടെ വക കുറച്ച് മലീഷ്യസ് കോഡുകൾ ആഡ് ചെയ്യുന്നു. ആ കോഡുകൾ ആഡ് ചെയ്യുന്നത് എന്തിനായിരിക്കും, അവിടെ ബാക്കെൻഡിൽ പോയിട്ട് എന്തെങ്കിലും പെർഫോം ചെയ്യാനായിരിക്കും. ചിലപ്പോൾ അവിടെയുള്ള ഡാറ്റാബേസിൽ ചിലപ്പോൾ ഒന്ന് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കില്ല, അവിടുത്തെ ഡാറ്റാബേസിലെ ഡാറ്റ മൊത്തം ഡിലീറ്റ് ചെയ്യാനുള്ള കുറി അങ്ങോട്ട് കൊടുക്കും. ഓക്കെ, അവിടെ ഓൾറെഡി ഒരു കുറി ഉണ്ടായിരുന്നു. ആ കുറിയുടെ കൂടെ നമ്മൾ അവിടുത്തെ ഡാറ്റാബേസ് മൊത്തം ഡിലീറ്റ് ചെയ്യാനുള്ള കുറി കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അവിടുത്തെ ഡാറ്റാബേസ് മൊത്തം ഡിലീറ്റ് ആവും. അല്ലെങ്കിൽ ആ ഡാറ്റാബേസ് സൂക്ഷിച്ചിരിക്കുന്ന ഡാറ്റ ഒക്കെ ഇങ്ങോട്ട് എടുക്കാനുള്ള കുറി കൂടി നമ്മൾ അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്തു. അബദ്ധവശാൽ ആ കുറിയും കൂടി അങ്ങോട്ട് റൺ ആയി. അബദ്ധവശാലല്ല, ഹാക്കറിനെ സംബന്ധിച്ച് ഭാഗ്യവശാൽ ആ കോഡും കൂടി അവിടെ റൺ ആയി കഴിഞ്ഞാൽ ആ ഡാറ്റാബേസിൽ മൊത്തം ഡാറ്റാസ് എടുക്കാൻ പറ്റും. സോ അവിടെ ഓൾറെഡി ഒരു കോഡ് ഉണ്ടായിരിക്കും. ആ കോഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മലീഷ്യസ് കോഡുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മലീഷ്യസ് ആക്ഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻജെക്ഷൻ അറ്റാക്ക് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻജെക്ഷൻ അറ്റാക്കുകൾ ഉണ്ട്. ഇൻജെക്ഷൻ, HTML ഇൻജെക്ഷൻ, OS ഇൻജെക്ഷൻ, കമാൻഡ് ഇൻജെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻജെക്ഷൻ അറ്റാക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇൻസെക്യൂർ ഡിസൈൻ. ഇന്ന് വെബ് ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോംസ് ഉദ്ദേശിക്കുന്ന പോലെ മുമ്പ് യൂസ് ചെയ്ത പോലെ HTML ഇത് എന്താ PHP വെച്ച് മാത്രമല്ല നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെബ് ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോംസുകൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിന് പ്രോപ്പറായിട്ട് നമ്മളൊരു ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യും. നമ്മൾ പ്രൊജക്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത്, ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ DFT ഒക്കെ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു നല്ല രീതിയിൽ ഒരു വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ടാവും. ഈ ഡിസൈനിങ്ങിന്റെ സ്റ്റെപ്പിൽ ഒന്നിനു ശേഷം ഒന്നായിട്ട് നടക്കേണ്ട ചില കാര്യങ്ങളിൽ പ്രോപ്പറായിട്ട് നമ്മൾ സെക്യൂരിറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യും, ആ പ്ലാറ്റ്ഫോംസിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു ബിൽഡ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് സെക്യൂരിറ്റി നോക്കിയിട്ട്, ഇപ്പൊ ഉദാഹരണത്തിന് യൂസറിന്റെ പേജ് ഉണ്ടാക്കി ഉടനെ തന്നെ നമ്മൾ ഒരു അഡ്മിന്റെ പേജ് കൂടി ഉണ്ടാക്കി, ചിലപ്പോൾ ഇവർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പെട്ടെന്ന് ആക്സസിബിളോ ഒക്കെ ആയിരിക്കാം. അപ്പൊ നമ്മൾ ഇതൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ എവിടെ എന്തൊക്കെ വെക്കണം എന്നുള്ളത് നമ്മൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇംപ്ലിമെന്റ്. നമ്മളുടെ ഡിസൈനിങ് തെറ്റിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പേജുകളിലേക്കൊക്കെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇൻസെക്യൂർ ഡിസൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഓതന്റിക്കേഷൻ ഫെയിലിയർ. മുമ്പ് ഇതിന് ബ്രോക്കൺ ഓതന്റിക്കേഷൻ അറ്റാക്സുകൾ എന്ന് പറഞ്ഞിരുന്നത് മുമ്പുണ്ടായിരുന്ന ഒവാസ്പുകളിലൊക്കെ. 2025 അത് ഓതന്റിക്കേഷൻ ഫെയിലിയർ എന്നുള്ളതാണ്. മുമ്പത്തെ ഇതിൽ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഓതന്റിക്കേഷൻ ഫെയിലിയർ എന്നായിരുന്നു 2021 അത് പേരുണ്ടായിരുന്നത്. പേരുകളൊക്കെ ഇങ്ങനെ മാറും. എന്നാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സാധാരണ നമ്മൾ ഒരു സിസ്റ്റത്തിലേക്ക് ഓതന്റിക്കേഷൻ എടുക്കുന്നത് പാസ്വേഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് അങ്ങനെയുള്ള ബയോ ഓതന്റിക്കേഷൻ മെത്തേഡുകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ OTP പോലെയുള്ള മെക്കാനിസം വെച്ചിട്ടോ ആയിരിക്കും. അപ്പൊ ഇത് നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ, ബ്രോക്കൺ ഓതന്റിക്കേഷൻ. പാസ്വേഡ് കൊടുക്കാതെ ലോഗിൻ ചെയ്യാൻ പറ്റുക, OTP കൊടുക്കാതെ ലോഗിൻ ചെയ്യാൻ പറ്റുക. ഇനിയിപ്പോ OTP തന്നെ തെറ്റായ OTPകളൊക്കെ കൊടുത്തിട്ട് നമുക്ക് പാസ്വേഡ് കൊടുക്കാതെ ലോഗിൻ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ മറ്റൊരാളുടെ പാസ്വേഡ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം. ഓക്കെ, സെഷൻ ഹൈജാക്കിംഗ് ഒക്കെ നടത്തിയിട്ട് നമുക്ക് ഒരാളുടെ യൂസർ നെയിമും പാസ്വേഡ് ഇല്ലാതെ തന്നെ നമുക്ക് സെഷൻ ഐഡികളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓതന്റിക്കേഷൻ എടുക്കാൻ പറ്റും. സോ അങ്ങനെ നമ്മൾ ഓതന്റിക്കേഷൻ എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പാസ്വേഡ് ഒക്കെ ബ്രൂട്ട് ഫോഴ്സ് ചെയ്തിട്ടോ OTP ഒക്കെ നമ്മൾ ബൈപ്പാസ് ചെയ്തിട്ടോ അങ്ങനെ പല രീതിയിൽ
നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സിസ്റ്റത്തിലേക്ക് ഓതന്റിക്കേഷൻ എടുക്കുന്നു. ഓതന്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സിസ്റ്റം യൂസറിനെ വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ബൈപ്പാസ് ചെയ്യുന്നു, അതിനെയാണ് ഓതന്റിക്കേഷൻ ഫെയിലിയർ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ഒന്നാണ് സോഫ്റ്റ്വെയർ ഓർ ഡാറ്റ ഇന്റഗ്രിറ്റി ഫെയിലിയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ഓർ ഡാറ്റ ഇന്റഗ്രിറ്റി ഫെയിലിയർ നമുക്കറിയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറയും, അല്ലെങ്കിൽ ഒബ്ജക്റ്റ്. പണ്ട് നമ്മൾ ജാവയൊക്കെ പഠിച്ച സമയത്ത് ഓപ്സ് കൺസെപ്റ്റിൽ പറയുന്നുണ്ടായിരുന്നു, ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിനകത്ത് ഒരുപാട് ഡാറ്റകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ഒരു ഒബ്ജക്റ്റിന്റെ പേര് എന്താണ്, പ്രീതിക എന്നാണെന്നുണ്ടെങ്കിൽ പ്രീതിക ഡോട്ട് ഏജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഏജ് സൂക്ഷിക്കാം. പ്രീതിക ഡോട്ട് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീതികന്റെ സാലറി അതിലുണ്ടാകും. അതേപോലെ പ്രീതിക ഡോട്ട് അഡ്രസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അഡ്രസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഡാറ്റ അതിനകത്ത് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ വെബ് പേജിൽ കാണിച്ചു തരേണ്ടത് വെൽക്കം എന്ന് പറഞ്ഞിട്ട് പ്രീതിക ഡോട്ട് നെയിം ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ കാണിക്കേണ്ടത്, പ്രീതിക. ഓക്കെ, അവിടെ ഫുൾ നെയിം ഉണ്ടാവും, പ്രീതിക രാജ് എന്നൊക്കെ ഫുൾ നെയിം ഉണ്ടാകും. അപ്പൊ അവിടെ എന്തുണ്ടാവും, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ എന്താണ്, പ്രീതിക. അപ്പൊ പ്രീതിക ഡോട്ട് നെയിം എന്ന് പറയുമ്പോൾ അവളുടെ ഫുൾ നെയിം അവിടെ കാണിക്കണം. ഇതാണ് ശരിക്കും. അപ്പൊ വെൽക്കം പ്രീതികയാണ് കയറുന്നുണ്ടെങ്കിൽ പ്രീതികന്റെ ഫുൾ നെയിം, വേറൊരാളാണ് കയറുന്നുണ്ടെങ്കിൽ അയാളുടെ ഫുൾ നെയിം ആണ് അവിടെ കാണിക്കേണ്ടത്. നമ്മൾ ആ ഒബ്ജക്റ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഒബ്ജക്റ്റ് ഡോട്ട് പ്രീതിക ഡോട്ട് നെയിം എന്നുള്ളത് നമ്മൾ മാറ്റിയിട്ട് പ്രീതിക ഡോട്ട് നമ്പർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അവരുടെ നമ്പർ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഏരിയാസുകൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ പ്രോപ്പർ ആയിട്ട് അവിടെ എന്തില്ല, ഡാറ്റ ഇന്റഗ്രിറ്റി ഇല്ല. ഈ പറയുന്ന ഒബ്ജക്റ്റുകളെ ഒന്നും എന്താണ് ആ ഒബ്ജക്റ്റ് വഴി ആക്സസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഫിൽട്ടർ ചെയ്യുന്നില്ല, സെക്യൂരിറ്റി കൊടുത്തിട്ടില്ല. ആ ഒബ്ജക്റ്റ് വഴി അവരുടെ പ്രൊഫൈലിൽ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാസുകളെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഒബ്ജക്റ്റുകൾ വഴി നമുക്ക് അങ്ങോട്ടും ഈ പറയുന്ന ഡാറ്റാസുകൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റുകളിലൂടെ മൂവ് ചെയ്യുന്ന ഡാറ്റാസുകൾ ഇതുപോലെ നമുക്ക് പല രീതിയിൽ കോൾ ചെയ്തുകൊണ്ട് ആ ഡാറ്റാസിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അതാണ് സോഫ്റ്റ്വെയർ ഓർ ഡാറ്റ ഇന്റഗ്രിറ്റി ഫെയിലിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കോഡുകളെ ഒന്നും അല്ലെങ്കിൽ ഈ പറയുന്ന ഒബ്ജക്റ്റുകൾ, ഒരു ഒബ്ജക്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്, ഇതിനെ ഒന്നും സെക്യൂർ ആയിട്ട് ബൈൻഡ് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഡാറ്റ പോകേണ്ട ചാനലിനോട് ബൈൻഡ് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പല രീതിയിൽ അത് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ എന്തൊക്കെ ഡാറ്റയാണ് അതുവഴി പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ വെരിഫൈ ചെയ്യണം, എൻഷുർ ചെയ്യണം. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് വഴി എന്തൊക്കെ ഡാറ്റകൾ മൂവ് ചെയ്യും, ആ ഒബ്ജക്റ്റ് വഴി നമുക്ക് മറ്റു ഡാറ്റകൾ ആക്സസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അത് പുറത്തോട്ട് ആ കോഡ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ല, അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ ആ ചെക്കിങ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുവഴി കുറെ ഡാറ്റ ലീക്ക് ആയിട്ട് പോകും. ദെൻ 09 സെക്യൂരിറ്റി ലോഗിങ് ആൻഡ് അലർട്ട്. പ്രോപ്പർ ആയിട്ട് നമ്മൾ ലോഗിങ് ചെയ്യാതിരിക്കുക, പ്രോപ്പർ ആയിട്ട് നമുക്ക് അലർട്ട് മെക്കാനിസം ഇല്ലാതിരിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് നടക്കുന്ന സമയത്ത്, അറ്റാക്ക് നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വെബ് പേജിൽ എന്ത് ആക്ടിവിറ്റി നടന്നാലും അതെല്ലാം എന്ത് ചെയ്യണം, റെക്കോർഡഡ് ആയിരിക്കണം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, EEE സെക്യൂരിറ്റിയിൽ അക്കൗണ്ടിങ്. ഓക്കെ, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നോൺ റെപ്യൂഡിയേഷൻ നമുക്ക് എൻഷുർ ചെയ്യണം. ഒരു കാര്യം ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടില്ല എന്ന് പറയരുത്, അതിന് നമുക്ക് തെളിവ് വേണം. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ലോഗുകൾ സൂക്ഷിച്ചു വെക്കണം. ലോഗുകൾ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതിനെയാണ് ലോഗിങ് എന്ന് പറയുന്നത്. ഓക്കെ, കമ്പ്യൂട്ടറിൽ എന്ത് ആക്ടിവിറ്റി നടന്നാലും അതെല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ എവിടെ നടക്കുക, വെബ് സെർവറിൽ എന്ത് ആക്ടിവിറ്റി നടന്നാലും അതെല്ലാം റെക്കോർഡഡ് ആയിരിക്കണം. ഇതിനെയാണ് ലോഗിങ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ തെറ്റായിട്ടുള്ള ലോഗുകൾ വന്നു കഴിഞ്ഞാൽ അലർട്ടുകൾ ജനറേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അറിയിക്കണം, ഒരാള് SQL ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട്, ഒരാൾ വേറെ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ വെബ് സെർവറിലേക്ക് ഒരുപാട് റിക്വസ്റ്റുകൾ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അലർട്ട് ജനറേറ്റ് ആയിട്ട് വരണം. അങ്ങനെ അലർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് കാണാനും നമുക്ക് ഉടനടി എന്ത് ചെയ്യാം, അതിന്റെ റെമഡിയേഷൻ സ്റ്റെപ്പ് ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റും. അപ്പൊ അതുവഴി നമുക്ക് ഒരുപാട് വരാൻ സാധ്യതയുള്ള അറ്റാക്കുകൾ, അയാൾ ചിലപ്പോൾ ഹാക്കർ എന്താണ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ലോഞ്ച് ചെയ്തിട്ട് വേറെ കുറെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ എത്രയോ നേരത്തെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അയാളെ ബ്ലോക്ക് ചെയ്തിരുന്നുവെങ്കിൽ അവിടെ അങ്ങോട്ട് നടക്കുന്ന അറ്റാക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെന്റ് ചെയ്യായിരുന്നു, കൺട്രോൾ ചെയ്യായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മിക്ക വെബ് പേജുകളും ഇന്നും പ്രോപ്പർ ആയിട്ട് ലോഗിങ്ങും ഇല്ല, അലർട്ടിങ്ങും ഇല്ല. അപ്പൊ അവിടെ ഒരു അറ്റാക്ക് നടന്നാൽ ഹാക്കറിന് എത്ര വേണമെങ്കിലും അറ്റാക്ക് വേറെയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? അതാണ് സെക്യൂരിറ്റി ലോഗിങ് ആൻഡ് അലർട്ട് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ, മിസ് ഹാൻഡ്ലിംഗ് ഓഫ് എക്സെപ്ഷണൽ കണ്ടീഷൻ. ഇറ്റ് മീൻസ് ചില വെബ് പേജുകൾ നമ്മൾ ആക്സസ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു, ആ വെബ് പേജ് ഫോർ എക്സാമ്പിൾ നമ്മൾ API പെൻ ടെസ്റ്റിംഗിൽ അത് കാണുന്നുണ്ട്, നമുക്ക് ചെയ്യാനുണ്ട്. API പെൻ ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് API ഓരോ പേജിലേക്കുള്ള പാത്തുകൾ അവർ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ അത് തെറ്റായ പാത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് API വെർബോസിറ്റി അല്ലെങ്കിൽ ഡീബഗ് എനബിൾഡ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കാണിച്ചു തരും ഏതൊക്കെ ശരിയായ പാത്തുകൾ ഏതൊക്കെയെന്ന് പറഞ്ഞിട്ട്
ആ വെബ് സെർവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്തുകൾ വരെ API അഡ്മിനിലേക്കുള്ള പേജിലേക്കുള്ള പാത്ത് അല്ലെങ്കിൽ ഡാറ്റാബേസിലേക്കുള്ള പാത്ത് ഇതൊക്കെ എന്ത് ചെയ്യും അവിടെ ഷോക്കേസ് ചെയ്ത് കാണിക്കും. അപ്പൊ അവിടെ ഒരു എറർ വരുമ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ സെർവറിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതേപോലെ ഇതൊരു സിറ്റുവേഷൻ. ഇതേപോലെ നമ്മളുടെ ഒരു വെബ് പേജിൽ ഏതെങ്കിലും വിധേന യൂസർ എന്ത് ചെയ്തു, അനാവശ്യമായിട്ട് 000 ടൈപ്പ് ചെയ്തു, പേര് ടൈപ്പ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഫുള്ള് 0, അല്ലെങ്കിൽ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ അയാൾ എന്ത് ചെയ്തു, പേര് ടൈപ്പ് ചെയ്തു. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ആവശ്യമില്ലാത്ത രീതിയിൽ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നമ്മുടെ സെർവറിനെ ലേൺ ചെയ്യിപ്പിക്കണം, കോഡ് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ സെർവർ എന്ത് ചെയ്യും, അവിടെ ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ എറർ ഇങ്ങോട്ട് കാണിച്ചു തരുമല്ലോ. അതിനകത്ത് ചിലപ്പം എന്തെങ്കിലുമൊക്കെ കോഡുകളോ സെക്യൂരിറ്റി ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ നമ്മുടെ സെർവറിന്റെ ഇൻഫർമേഷൻസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ എററുകളോ കമ്പ്യൂട്ടറിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത, സെർവറിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ടാസ്കുകൾ നമ്മൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ സെർവർ ചിലപ്പം ഒരു അബ്നോർമൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് കാണിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ പെർഫോം ചെയ്യും. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യണം, കാരണം അത് ചിലപ്പോൾ മലീഷ്യസ് ആക്ഷൻ ഒക്കെ ആവാനുള്ള സാധ്യത ഉണ്ട്. ഇതാണ് നമ്മളുടെ ഒവാസ്പ് പറയുന്ന പ്രധാനപ്പെട്ട 10 വൾണറബിലിറ്റീസുകൾ. ഓരോ 4 വർഷം കൂടുമ്പോഴും ഒവാസ്പ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇത് പ്രധാനപ്പെട്ട 10 വൾണറബിലിറ്റീസ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. ഈ പറയുന്ന പോലെ 2021 അവർ നോക്കെ അന്നും ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട 10 വൾണറബിലിറ്റീസുകൾ. ഓക്കെ, അന്നും നമ്മൾ ഈ പറഞ്ഞ ബ്രോക്കൺ ആക്സസ് കൺട്രോൾ നമ്മൾ 2025 നമ്മൾ ഈ പറയുന്ന ബ്രോക്കൺ ആക്സസ് കൺട്രോൾ തന്നെയാണ് ഫസ്റ്റ്. ഈ പറയുന്ന 21 ബ്രോക്കൺ ആക്സസ് കൺട്രോൾ തന്നെയാണ്. ദെൻ ക്രിപ്റ്റോഗ്രാഫിക് ഫെയിലിയർ 21 അത് രണ്ടാമതും, ദെൻ ഇവിടെ അത് നമുക്ക് 4മതുമാണ് ക്രിപ്റ്റോഗ്രാഫി ഫെയിലിയർ. ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. അതൊരു ഓർഡറിലാക്കിയ സമയത്ത്, റാങ്കിങ് ചെയ്ത സമയത്ത് ഏതാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ഇപ്പോഴും ഇത് തന്നെയാണ്, ബ്രോക്കൺ ആക്സസ്. ഓക്കെ, നമ്മൾ ഇനി പറയാൻ പോകുന്ന, വെബിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബാക്കി ഡിഫറെന്റ് വൾണറബിലിറ്റീസുകളെല്ലാം ഈ 10 വൾണറബിലിറ്റീസിന്റെ അണ്ടറിൽ വരുന്ന കാര്യമായിരിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇഞ്ചക്ഷൻ വൾണറബിലിറ്റീസ് ആയിരിക്കാം, ഏതെങ്കിലും തരത്തിലുള്ള ബ്രോക്കൺ ആക്സസോ ബ്രോക്കൺ ഒതന്റിക്കേഷനോ സെക്യൂരിറ്റി മിസ്കോൺഫിഗറേഷനോ ആയിട്ടുള്ള വൾണറബിലിറ്റീസ് ആയിരിക്കാം. ഓക്കെ, ഇനി ഒവാസ്പ് ഓർഗനൈസേഷൻ അവർ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾ ഒരു ബിഗിനർ ആണ്. ഓക്കെ, ബിഗിനർ ആയ ഒരാള് നമുക്കൊരു വെബ്സൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതെങ്ങനെ പെൻടെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം അറിയില്ല. ഇന്ന് അങ്ങോട്ട് തുടങ്ങണം. കാരണം ഒരു വെബ് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉണ്ട്. ഇതിൽ എവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങണം എന്നതിനെ പറ്റി നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിനും നമ്മൾ ആരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഒവാസ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒവാസ്പ് എന്ത് ചെയ്യും, ഒരു ഷീറ്റ് അല്ലെങ്കിൽ ഒരു ചെക്ക് ലിസ്റ്റ് നമുക്ക് തരും. എങ്ങനെയാണ് നിങ്ങൾ പെൻടെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചെക്ക് ലിസ്റ്റ്, നമ്മൾ എവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങണം എന്ന് ഡീറ്റെയിൽ ചെയ്യുന്ന ഒരു ചെക്ക് ലിസ്റ്റ് ആര് നമുക്ക് തരും, വാസ്തു നമുക്ക് തരും. നമുക്ക് എന്ത് ചെയ്യാം, അത് ഫോളോ ചെയ്തിട്ടും ഷീറ്റ് വേണ്ട, ഇതിൽ ഏത് കൊടുക്കാം, കുറച്ചുകൂടി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ ഏറ്റവും നല്ലത് വാസ്തു ടെസ്റ്റിംഗ് ചെക്ക് ലിസ്റ്റ്. ഒരു എക്സൽ ഷീറ്റ് ഉണ്ടാവും. ഈ എക്സൽ ഷീറ്റിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും എങ്ങനെയാണ് നമ്മൾ പെൻടെസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ചെക്ക് ലിസ്റ്റിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ പെൻടെസ്റ്റിംഗ് ചെയ്യേണ്ടത്. ഒവാസ്പ് ചെക്ക് ലിസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്, ദെൻ അടുത്തത് എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ അതറിയില്ല, എങ്ങനെയാണ് പെൻടെസ്റ്റിംഗ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ക്ലയന്റ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു നമുക്ക് ഇനി പെൻടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. സോ അതിൻ്റെ ഓർഡർ എന്താണ്, എങ്ങനെ നമ്മൾ അതൊരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റും. സോ നമ്മൾ എന്ത് ചെയ്യും, ഒവാസ്പ് ഈ ഒരു ഫ്രെയിം വർക്ക് യൂസ് ചെയ്യും, ഈ ഒരു ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യും. ദെൻ ഇതിൽ പറയുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണ്. ദെൻ സെക്കൻഡ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, കോൺഫിഗറേഷൻ ആൻഡ് ഡെപ്ലോയ് മാനേജ്മെന്റ് ടെസ്റ്റിംഗ് ആണ്. അങ്ങനെ ഓരോ ഫേസും നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഓരോ ഫേസിലും എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ടെസ്റ്റ് നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കോൺഫിഗറേഷൻ, ദെൻ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, ദെൻ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂള്. ഒവാസ്പിലെ വൾണറബിലിറ്റീസുമായിട്ട് ഇത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് വൾണറബിലിറ്റീസുമായിട്ടാണ്, CWE വൾണറബിലിറ്റീസുമായി മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏതാണ് എന്നൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയോ, സ്റ്റാർട്ട് ചെയ്തോ, നമുക്കിങ്ങനെ അടയാളപ്പെടുത്തി രേഖപ്പെടുത്തി നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഒക്കെ ഇവിടെ ആഡ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താണ്, ഒരു പ്രോപ്പറായിട്ട് നമ്മളുടെ പെൻടെസ്റ്റിംഗ് പ്രൊസീജിയറിനെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനി നമ്മൾ ആ പണി ഒഴിവാക്കി അടുത്ത ആൾക്ക് ആ പണി കൊടുക്കുമ്പോൾ അവർക്കും സിമ്പിൾ ആയിരിക്കും ഇതൊന്ന് നോക്കാൻ, നമ്മൾ ഏതുവരെ ചെയ്തു, മുമ്പത്തെ ആൾ പെൻടെസ്റ്റ് ചെയ്ത് ഏതുവരെ എത്തി എന്നുള്ളതൊക്കെ ഇത് ഫോളോ ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
സോ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് പിന്നെ then മൂന്നാമത്തത് ഐഡന്റിറ്റി ആൻഡ് മാനേജ്മെന്റ് ടെസ്റ്റിംഗ്. സോ അതെങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ട ടൂളുകൾ ഏതെന്ന് കൊടുത്തു. അങ്ങനെ ഡിഫറൻറ്റ് ഫേസസ് ഇവിടെ 12 ഫേസസ്. ഈ 12 ഫേസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവർ പറയുന്ന പോലെ ഓരോരോ ടെസ്റ്റുകൾ ഇവിടെ ഓരോ ഐഡിയ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ ടെസ്റ്റുകൾ ചെയ്ത് അതിന് വേണ്ടിയുള്ള ടൂളുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു ഒവാസ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യാണ് എങ്ങനെയാണ് നമ്മൾ പെൻ ടെസ്റ്റിംഗ് ചെയ്യേണ്ടത്. ഓക്കെ, അവരത് കറക്റ്റായിട്ട് നമുക്ക് തരുന്നുണ്ട്. ഇത് ഫോളോ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റിംഗ് നടത്താം. സോ ഇതും ഒവാസ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ്. ഒവാസ്പിന്റെ ചെക്ക് ലിസ്റ്റ് എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ലേറ്റസ്റ്റ് നമുക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ചെക്ക് ലിസ്റ്റ് ഫോളോ ചെയ്തിട്ട് പെൻ ടെസ്റ്റിംഗ് നടത്തിയാൽ മതി.